മറ്റൊന്ന് അവരുമായുള്ള ഒരു ബന്ധവും പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്തിംതാഴ് പാടില്ല എന്ന് സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതിൽ പെടും ഇതെല്ലാം. അതുകൊണ്ടും അത് പാടില്ല, അത് നിഷിദ്ധമാണ്. ഇപ്പോൾ നമുക്കിടയിലൊരു തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഖുർആനിക്കും ഹദീസിക്കും മടങ്ങാനല്ല പറഞ്ഞേക്കണേ. അപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ട് ഖുർആൻ്റെയും ഹദീസിലും ഖുർആൻ ഇങ്ങനെ ഹദീസ് എന്ന് വെച്ചാൽ ആ ലെവലിലൊന്ന് ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അതെ, അതന്നെ പറഞ്ഞത്. ഒന്ന്, ജിന്നുകളുമായുള്ള ഒരു ഇടപാടും പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചു. റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്നുള്ള സൂറത്തുൽ അൻആമിലെ ആയത്തിലൂടെ ജിന്നുകളുമായി ബന്ധം പുലർത്തിയ ആളുകളോടുള്ള അവർ പരലോകത്ത് വന്ന് അനുഭവിക്കുന്ന അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ ജിന്നും മനുഷ്യൻ തമ്മിലുള്ള ഇടപാടുകളാണ് അവിടെ പറഞ്ഞത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ടു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല ഉപകാരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു. ഇന്നില്ല ഞങ്ങൾക്കിത് ബോധ്യമായിരിക്കുന്നു എന്ന് പരലോകത്ത് വന്ന് അവർ പറയും എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഉദ്ദേശം ജിന്നുകളെ ആരാധിക്കുകയും അവരെ പൂജിക്കുകയും അവരെ മിത്രങ്ങളായി സ്വീകരിക്കുകയും ചെയ്ത് അവരെ കൂട്ടുകാരുകളായി ജീവിച്ചവരെയാണ് ഒന്നാമത്തെ ഉദ്ദേശം. എന്നാൽ ഈ ആയത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാടുണ്ട് എന്ന് കിട്ടി. ഞങ്ങൾ പരസ്പരം ഇടപാടുകൾ നടത്തി എന്ന് അവിടെ വന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇടപാടുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടും ഇടപാടുണ്ട്. ഈ ഇടപാട് മുഴുവനും അവർക്കുള്ള ആരാധന മാത്രമാണോ? അല്ല. ഇടപാടുകൾ പലതരത്തിലുണ്ട്. മനുഷ്യനെ ഹറാമ് ചെയ്യാൻ പിശാച് പ്രേരിപ്പിക്കുന്നു. അങ്ങനെ അവൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങി മനുഷ്യൻ ഒരു ഹറാമ് ചെയ്യുമ്പോൾ പിശാചിന് അതിൽ നിന്നൊരു ആനന്ദം കിട്ടുന്നു. ഇതിലൂടെ ഈ മനുഷ്യനും ഒരു ആനന്ദം കിട്ടുന്നു. വ്യഭിചരിക്കുന്ന മനുഷ്യന് കിട്ടുന്ന ആനന്ദം ദൈവികമല്ല, പൈശാചികമാണ്. ജാളത്തങ്ങ പോയി പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ലഭിക്കുന്ന ഭക്തി ദൈവികമല്ല, പൈശാചികമാണ്. ഇങ്ങനെ ഓരോ തിന്മയും ചെയ്യുമ്പോൾ ആ തിന്മയിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നൊരു ആനന്ദം കിട്ടുന്നുണ്ട്. ഇവൻ തിന്മ ചെയ്യുമ്പോൾ പിശാച്ച് ഇത് കണ്ട് ആനന്ദിക്കുന്നുണ്ട്. ഈ ആനന്ദങ്ങൾ ഈ ഇസ്തിംതായിൽ പെടും. അപ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപാടുകൾ ശിർക്കായത് മാത്രമേ ഉള്ളൂ വെച്ചാലോ? അല്ല. ഇങ്ങോട്ട് പല പേരും മോൻ കൊടുക്കുന്നു, അത് ഈ ഇസ്തിംതാ ആണ്. ഇവിടുന്ന് അങ്ങോട്ട് പലതും ചെയ്തു കൊടുക്കുന്നു, അതും ഈ ഇസ്തിംതാ ആണ്. പരസ്പരമുള്ള ഇടപാടുകൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാട് നടത്തി. അപ്പോൾ ഇങ്ങോട്ടുള്ളതും ശിർക്കല്ലാത്തുണ്ട്, അങ്ങോട്ടുള്ളതും ശിർക്കല്ലാത്തുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ഥാനത്തിൽ പലതരം ഇസ്തിംതാഴുണ്ട് എന്ന് വ്യക്തമാണ്. ഖുർആൻ അതിനെ പരിചയപ്പെടുന്നത് ശിർക്കായിട്ടല്ലേ? ഏത് ഈ പറഞ്ഞ അല്ല, ഖുർആൻ അവിടെ പരിചയപ്പെടുത്തിയത് ജിന്നുകളെ ആരാധിച്ച് ജിന്നുകളെ ഔലിയാക്കളായി സ്വീകരിച്ചവരെ പറ്റിയാണ്. വഖാല ഔലിയാഉഹും മിനൽ ഇൻസി എന്നാണ് പറഞ്ഞത് തന്നെ. ഇവരെ ഔലിയാക്കളായി സ്വീകരിച്ച ഇൻസുകൾ പറയുന്നു. അപ്പോൾ ഔലിയാക്കളായി സ്വീകരിച്ചവർ ചെയ്ത ഇസ്തിംതാഴ് എന്തുതന്നെയാണ്? 100% ശിർക്ക് തന്നെയാണ്. അപ്പോൾ ഇസ്തിംതാഴ് ഉണ്ടെന്ന് മനസ്സിലായി. ഇതിൽ നിന്ന് ഇസ്തിംതാഴ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി ഓരോ മിത്രങ്ങളാക്കി വെച്ച് അവരെ പൂജിച്ചവരാണ് ഈ ആയത്തിൽ പറഞ്ഞ ഒന്നാമത്തെ പ്രബോധിതർ. അതുകൊണ്ട് അത് ശിർക്കായത് തന്നെയാണ്. എന്നാൽ ഇസ്തിംതാഴ് ഉണ്ട്. അപ്പോൾ ഇസ്തിംതാഴ് ശിർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? അല്ല. കാരണം ഇടപെടലുണ്ടല്ലോ, അങ്ങോട്ടും ഇടപാട്, അവിടെ നിന്ന് ഇങ്ങോട്ടും ഇടപാട്. അവർ ഇങ്ങോട്ട് ചെയ്യുന്ന ഇടപാട് എല്ലാം ശിർക്കാണോ? ഇവിടെ അങ്ങോട്ടെല്ലാം എല്ലാം ശിർക്കാണോ? അല്ല. അവിടെയാണ് മുഫസ്സിരീങ്ങൾ ഈ മദ്യപാനവും വ്യഭിചാരവും എല്ലാം ഇസ്തിംതാഴിനു വിശദീകരിച്ചു. അതെല്ലാം ശിർക്കാണോ? അല്ല. അവർ ചെയ്തതോ? അവർ ചെയ്ത് ജിന്നുകളെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്ത ആളുകളുടെ പണിയെപ്പറ്റിയാണ് പറഞ്ഞത്. അത് കംപ്ലീറ്റ് എന്താണ്? ശിർക്കായതാണ് താനും. ഞാൻ വീണ്ടും വസീയത്ത് ശിർക്ക് നമുക്ക് ഖുർആന്റെ ആയതിൽ കിട്ടില്ല, കിട്ടില്ല. കാരണം വസീയത്ത് ശിർക്ക് എന്ന പദം ഖുർആനിൽ ഒന്നിനെ പറ്റി പറഞ്ഞിട്ടില്ല, ഹദീസിന്നോ ഒരു സംഗതിയെ പറ്റിയും. ഇത് മാത്രമല്ല, ഇപ്പൊ ജിന്ന് മാത്രമല്ല, ഏത് സംഗതിയെ പറ്റിയും. ഇപ്പൊ ഖബർ സിയാറത്ത് പാടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞു? അത് വസീയത്തു ശിർക്കാണ് എന്നാണ് വ്യാഖ്യാതാക്കൾ പറഞ്ഞത്. എന്നാൽ റസൂല് പറഞ്ഞിട്ടുണ്ടോ വസീയത്തു ശിർക്ക് ആയതുകൊണ്ട് ഖബർ സിയാറത്ത് ഞാൻ ഇപ്പോൾ പാടില്ല എന്ന് പറഞ്ഞത്? അത് പറഞ്ഞിട്ടില്ല. നബി പറഞ്ഞു കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ, ഞാൻ ഇങ്ങോട്ട് ഖബർ സിയാറത്ത് പാടില്ലെന്ന് പറഞ്ഞിരുന്നു. അത് വസീയത്തു ശിർക്ക് ആയതുകൊണ്ടാണ് പാടില്ല എന്ന് പറഞ്ഞത്. അത് ഹദീസിലുണ്ടോ? ഇല്ല. ആയത്തിലുണ്ടോ? ഇല്ല. പക്ഷെ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ചർച്ച വരും, എന്തുകൊണ്ട് പാടില്ല? ഇപ്പം ഖബർ പൂജ ശിർക്കാണ്. ഒരാൾ പറയാന്ത് കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബർ സിയാറത്ത് പാടില്ല ഞാൻ പറഞ്ഞിരുന്നു, അന്ന് ഖബർ സിയാറത്ത് ശിർക്കാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അന്നത്തെ ഖബർ സിയാറത്ത് ശിർക്കല്ല. പിന്നെ അന്നത്തെ ഖബർ സിയാറത്ത് ശിർക്കിലേക്കുള്ള വഴിയാണ്. അത് ഹദീസിലുണ്ടോ? ആ പദം ഹദീസിലില്ല. ആ തത്വമുണ്ട്. കാരണം അതുകൊണ്ടാണ് ഫസൂറുഹ, നിങ്ങൾ സന്ദർശിച്ചു കൊള്ളുക എന്ന് പിന്നെ പറഞ്ഞത്. അപ്പോൾ ഇപ്പം പറ്റുമെന്ന് പറഞ്ഞു, അന്ന് പറ്റില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഇപ്പം പറ്റിയത് അന്ന് പറ്റാതായി? അപ്പം അതിന് മറ്റൊരു ഒരു തരം ഒരു എന്തെങ്കിലും പ്രചോദനം അതിലുണ്ടാവും. ആ പ്രചോദനം എന്താണ്? അന്നത്തെ ഖബർ സിയാറത്ത് ശിർക്കിലേക്കുള്ള വഴിയാണ്. അത് ഹദീസ് വിശദീകരിച്ചവർ പറഞ്ഞത് വസിയത്തു ഷിർക്ക് ആയതുകൊണ്ടാണ് അന്ന് പാടില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ വസിയത്തു ഷിർക്ക് എന്ന പദം ഒന്നിനെ പറ്റിയും ഖുർആൻ ഉപയോഗിച്ചിട്ടില്ല. ഷിർക്കിലേക്കുള്ള വഴി,
ആ വഴി എല്ലാം പാടില്ല എന്ന് മൊത്തത്തിൽ ഖുർആനും ഹദീസും നമ്മൾ പരിചയപ്പെടുത്തി. അതാണ് വസിയത്തു ഷിർക്ക്. നമ്മൾ ഈ അറബി പറയുമ്പോഴേ കുഴപ്പമുള്ളൂ, മലയാളത്തിൽ പറഞ്ഞാൽ കുഴപ്പമില്ല. ഷിർക്കിലേക്കുള്ള വഴി ഒക്കെ ഹറാമാണെന്നാൽ അത് ശരിയല്ല, നമുക്കറിയാമെന്നറിയും. അല്ല, അപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ വേറെ ആൾ നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾ പറയും, കണ്ടോ ഖുർആനിലോ ഹദീസിലോ വസിയത്ത് ഷിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല, അപ്പം അത് അക്കലാനിയത്തല്ല, സ്വന്തം തീരുമാനമല്ലേ എന്ന് പറഞ്ഞല്ല. അവിടെ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ പിന്നെ ലോകത്ത് വസിയത്തു ഷിർക്ക് എന്ന സാധനം ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഖുർആനിലും ഹദീസിലും എവിടെയും വസിയത്തു ഷിർക്ക് എന്നുള്ള ഒരു സംഗതി തന്നെ എന്തില്ല, പ്രയോഗിച്ചില്ല. അതുകൊണ്ട് ലോകത്ത് ഒന്നുക്ക് ഷിർക്ക്, അത് കഴിഞ്ഞാൽ പിന്നെ ഹറാമ്, പിന്നെ ജായിസ്. ഇതിനിടക്ക് വസിയത്തു ഷിർക്ക് എന്ന സാധനം തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും. അതേസമയം പ്രമാണങ്ങൾ ഷിർക്ക് പാടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഷിർക്കിലേക്ക് എത്തിക്കുന്ന വഴികൾ പാടില്ലെന്ന് പറഞ്ഞു. അതിലൊരുപാട് സംഭവങ്ങളും ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. ഈ പദം പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. ഇതുപോലെ നൂഹ് നബിയുടെ ജനത ഷിർക്കിൽ പോയി പെട്ടത് എങ്ങനെയാ? ആദ്യം മഹാന്മാരെ ആദരിച്ചു, പിന്നെ അവരെ വിഗ്രഹമുണ്ടാക്കി ആരാധിച്ചു. അത് വിശദീകരിച്ച ഹദീസ് തന്നെ കാണാം. അവർ ആദ്യം മഹാന്മാരെ ആദരിച്ചു, ഒരു രൂപമുണ്ടാക്കി വെച്ചു, അന്നവർ ആരാധിച്ചിട്ടില്ല. പിന്നെ തലമുറ മാറി വന്നപ്പോൾ ഇവർ ആരാധിച്ചു. അപ്പം അന്ന് ആ രൂപം ഉണ്ടാക്കി വെച്ചത് എന്താണ്? വസിയത്തു ഷിർക്കാണ്. അന്ന് രൂപം ഉണ്ടാക്കി വെച്ചത് വസിയത്തു ഷിർക്കാണ്, ഷിർക്കിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ടാണ് പിന്നെ ഷിർക്കിൽ അത് എത്തിപ്പെട്ടത്. പക്ഷെ അന്ന് പറഞ്ഞപ്പോഴോ അവർ ആരാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഒരു രൂപം ഉണ്ടാക്കി തെറ്റാണോ? തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റാണ്? ഒരു ആരാധിച്ചിട്ടില്ലല്ലോ, ഷിർക്ക് ചെയ്തിട്ടില്ലല്ലോ, ഇല്ല. പിന്നെന്തുകൊണ്ട് തെറ്റായി? അതാണ് പിന്നീട് ഇവിടേക്ക് എത്തിയത്, ഷിർക്കിലേക്ക് എത്തിയത്. ഇന്നും പ്രതിമ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പാടില്ല? പല കാരണങ്ങൾ അതിനുണ്ട്. ഒരു കാരണം എന്താണ്? ഈ പ്രതിമകളാണ് പിന്നീട് ആരാധ്യ വസ്തുക്കളായി മാറുക. അപ്പോൾ അതിനുള്ള ഒരു വഴിയും ഇസ്ലാം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? പ്രതിമ ഉണ്ടാക്കാൻ പാടില്ല, അത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ തത്വം ബേസിക്കലായി ഖുർആൻ ഹദീസും പഠിപ്പിച്ച ഒരു തത്വമാണ്. പിന്നെ ആ പദം തന്നെ കിട്ടുന്ന ഇപ്പോൾ സാധാരണ സുന്നാൾ ചോദിക്കലുണ്ട്, നബിദിനാഘോഷം പാടില്ല എന്ന് ആയത്തുണ്ടോ, ഹദീസുണ്ടോ? ആയത്ത് ഹദീസും ഇല്ല, അപ്പോൾ പിന്നെ ആഘോഷിക്കാം എന്ന് പറഞ്ഞതിന് അർത്ഥമില്ലല്ലോ. അതുപോലെയാണ് അതും. ഈ വിഷയത്തിലൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ നമ്മുടെ തൗഹീദ് അപൂർണ്ണമാവും. കാരണം നിങ്ങൾ പറയുന്നേക്കുമ്പോഴേക്ക് ഇതാ ശരി എന്ന് തോന്നുന്നു, അവർ പറയുന്നേക്കുമ്പോഴേക്ക് അതാ ശരി എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തീരുമാനമെടുക്കേണ്ടത് അനിവാര്യമാണ്. പക്ഷെ തീരുമാനം എടുക്കാൻ മുമ്പോട്ട് വരേണ്ടവർ മുമ്പോട്ട് വരാത്തത് കൊണ്ടാണ് പിന്നെ പിന്നിൽ നിൽക്കുന്ന ഞങ്ങളൊക്കെ പിന്നെ ഇറങ്ങേണ്ടി വന്നത്. ഒരിക്കലും ഇത് ഇങ്ങനെ ഒരു പൊതുവേദിയിലേക്ക് ഇറങ്ങേണ്ട വിഷയമായിരുന്നില്ല. ഉത്തരവാദപ്പെട്ട പണ്ഡിത സഭകൾ തന്നെ അത് നിർവഹിക്കേണ്ടതായിരുന്നു. അവിടെ സുതാര്യമായ ചർച്ചകൾ ഈ വിഷയത്തിൽ നടന്നില്ല. ഇത്രയും കാലമായിട്ടും ഇവിഷയമായി സുതാര്യമായ ചർച്ച പോലും ഉണ്ടായില്ല. ഞങ്ങളെല്ലാം ഈ വിവാദത്തിന് ശേഷം പലപ്പോഴായി രേഖാമൂലവും വാചികമായും ആവശ്യപ്പെട്ടു ചർച്ചകൾ വേണമെന്ന്. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉത്തരവാദപ്പെട്ട അംഗങ്ങൾ ഒപ്പിട്ടുകൊണ്ട് പലപ്പോഴായി കത്തുകൾ നൽകി. ചർച്ച വേണം, തീരുമാനം വേണം, ഞങ്ങളെല്ലാം വിളിക്കണം. അതും ഉണ്ടായില്ല. വിദേശ രാജ്യങ്ങളിലെ പണ്ഡിതന്മാരും പണ്ഡിത സഭകളും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഈ ചർച്ചയ്ക്ക് പ്രാമാണികമായ തീരുമാനം കണ്ടെത്തണം. സൗദി അറേബ്യയിൽ നിന്ന് രേഖാമൂലം ആവശ്യം വന്നു, കുവൈത്തിൽ നിന്ന് ആവശ്യം വന്നു. അവർ തീരുമാനവും അറിയിച്ചു, ഈ വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിച്ച തീരുമാനം ഇങ്ങനെയാണ്, പ്രമാണം ഇങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾ ഈ വീക്ഷണ വ്യത്യാസമുള്ള രണ്ട് കക്ഷിയുടെയും പ്രതിനിധികൾ ഒന്നുകിൽ ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ ഞങ്ങളുടെ പണ്ഡിതന്മാരെ അങ്ങോട്ട് അയക്കാം. എന്നിട്ട് അവരെ കൂടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വിഷയം പ്രാമാണികമായി ഇനിയും ചർച്ച ചെയ്തിട്ട് ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു നിജസ്ഥിതി അറിയിച്ചു കൊടുക്കണം. അതിനും ആരും മുമ്പോട്ടിറങ്ങിയില്ല, ഒരാളും മറുപടി പോലും നൽകിയില്ല. പക്ഷേ ഇന്നത്തെ കാലം നമുക്കറിയാം, ഒരു ചെറിയ ഒരു പിന്നെ ചലനം പോലും ലോകമൊന്നാകെ നിമിഷങ്ങൾ കൊണ്ട് പ്രചരിക്കാവുന്ന സാഹചര്യമുള്ള കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് നമ്മളിത് ചർച്ച ആകേണ്ടതില്ല എന്ന് വിചാരിച്ചാലും ഒറ്റ മനുഷ്യൻ വിചാരിച്ചാൽ ലോകം മൊത്തം ചർച്ചയാക്കാൻ പറ്റും. ഒരാൾ വിചാരിച്ചാൽ മതി. ആരും മിണ്ടരുത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പ്രസംഗം കേൾക്കാൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ വലിയ കാര്യമുണ്ട്. ഈ ഫോണും കൊണ്ട് വാദം അടിച്ച് അകത്തിരുന്നാൽ മതി, ലോകത്തിറക്കണ ഏത് പ്രസംഗം കേൾക്കാം. അവിടെ പോകാൻ പാടില്ല പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങോട്ടേ പോകാവുന്നിട്ട് കാര്യമില്ല. ഓന് എവിടെ ഇരുന്നിട്ടും ഏതും കേൾക്കാവുന്ന സാഹചര്യം ഇന്നുണ്ട്. അപ്പോൾ ആര് തടുത്തു നിർത്തിയാലും നിൽക്കാത്ത രൂപത്തിൽ ആ ചർച്ചകൾ സ്വാഭാവികമായിട്ടും വരും. എങ്കിൽ പിന്നെ എന്തുണ്ട് മാർഗം? എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് കിട്ടുന്ന വേദികളിൽ ഇതിൻ്റെ പ്രാമാണിക വശം വിശദീകരിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഒരിക്കലും ഇറങ്ങാൻ ഉദ്ദേശിക്കാത്ത ഞങ്ങളൊക്കെ ആ വഴിയിലേക്ക് ഇറങ്ങിയത്. ഏതായാലും ആ ഒരു ചർച്ച കൊണ്ട് കുറച്ചാളുകൾക്ക് വിശ്വാസം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും ഒരുപാട് ആളുകൾക്ക് തൗഹീദ് കൂടുതൽ മനസ്സിലാക്കാനാണത് ഉപകരിച്ചത്. പ്രവാചകന്മാരെ ബഹുമാനിച്ചുകൂടാ എന്നല്ല, ഈ ഒരു പഴുതടക്കാൻ വേണ്ടി തന്നെയാണ് ആ ബഹുമാനിക്കുന്ന രംഗത്ത് പോലും കൃത്യമായ മാനദണ്ഡം പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. പ്രവാചകന്മാരെക്കുറിച്ചാണെങ്കിൽ പോലും അമിത പ്രശംസ പാടില്ല എന്ന് പറഞ്ഞു.
അവരുടെ സ്നേഹത്തിൽ അതിര് കവിയാൻ പാടില്ല എന്ന് പറഞ്ഞു. പ്രവാചകനെ സംബന്ധിച്ച് മടഞ്ഞകാലം മറിയുന്ന നബിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത് അതിര് കവിയലാണ് എന്ന് പറഞ്ഞ നബി തങ്ങൾ വിലക്കി. അപ്പോൾ സ്നേഹമാണ് വഴിമാറി പോവുക. അതുകൊണ്ട് വഴിമാറാനുള്ള പഴുതുകൾ അടക്കുകയാണ് നമ്മൾ വേണ്ടത്. ആ പഴുത് അടച്ചുകൊണ്ട് പ്രമാണങ്ങൾ നമുക്ക് ആ രംഗത്ത് കൃത്യമായ മാർഗ്ഗനിർദ്ദേശം നൽകി. അല്ല നബിയെ സ്നേഹിക്കാമെന്ന് പറഞ്ഞ് എന്തും ചെയ്യാൻ പറ്റുമോ? പറ്റൂല. എങ്ങനെയും സ്നേഹിക്കാൻ പറ്റുമോ? പറ്റൂല. അവിടെയും കൃത്യമായ മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം പാലിച്ചുകൊണ്ടുള്ള സ്നേഹമേ പാടുള്ളൂ. അല്ലാത്ത സ്നേഹം എന്ത് ചെയ്യും? ശിർക്കിലേക്ക് എത്തിക്കും. ഇപ്പം നബി എല്ലാം കാണും, എല്ലാം കേൾക്കും, എല്ലാം അറിയും എന്ന് വിശ്വസിക്കുന്ന ഒരാൾ സ്വാഭാവികമായി എന്ത് ചെയ്യും? പ്രയാസം വരുമ്പോൾ നബിയോട് വിളിച്ചു തേടും. അപ്പോൾ അത് പാടില്ല. നബിയെക്കുറിച്ച് പ്രമാണം എന്താണോ എങ്ങനെയാണോ പരിചയപ്പെടുത്തിയത് ആ നിലയ്ക്ക് മനസ്സിലാക്കുകയും ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് നബിയെ സ്നേഹിക്കുകയുമാണ് വേണ്ടത്. അല്ലെങ്കിൽ സ്വാഭാവികമായി എന്ത് ചെയ്യും? വഴിമാറി പോകും. അള്ളാഹു നമുക്ക് എല്ലാ കാര്യത്തിനും ഓരോ മാർഗങ്ങളും കാര്യങ്ങളും രീതിയും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അള്ളാഹുക്ക് നമ്മളോട് എപ്പോഴും അടുക്കാവുന്നതാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ കൂടുതൽ അടുക്കാവും. ഇപ്പോൾ നമസ്കാരത്തിൻ്റെ ശേഷം ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ അടുക്കാം. പിന്നെ വെള്ളിയാഴ്ച അങ്ങനെ എല്ലാത്തിനും ഓരോ മാർഗദർശനങ്ങളുണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മൾക്കിപ്പോൾ ഈ ചില സന്ദർഭങ്ങളിൽ ജിന്നിൻ്റെ സഹായം ശിർക്കല്ലാത്ത രീതിയിൽ ഇപ്പോൾ വഴി വെക്കുന്നത് തന്നെ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ശരിയാണ്. ജിന്നിനോട് സഹായം തേടൽ ശിർക്കിലേക്ക് വഴിവെക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രീതികൾ, അങ്ങനെ മാർഗദർശനങ്ങൾ അങ്ങനെ തെറ്റിപ്പോകാത്ത രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു ശിർക്കായി മാറുകയില്ലല്ലോ. പക്ഷേ ശിർക്കുള്ള വഴിവെക്കൽ ഇപ്പോൾ പ്രവാചകനെ സ്നേഹിക്കലും അതിന് പ്രതിമ ഉണ്ടാക്കി ആരാധിക്കലും ആയി മാറുമെന്ന് കരുതി നമ്മൾ സ്നേഹിക്കാതിരിക്കരുത്. അപ്പോൾ ശിർക്കല്ലാത്തൊരു വഴി വിനിയോഗിക്കുന്നത് കുഴപ്പമില്ലല്ലോ എന്നാ. ശിർക്കല്ലാത്തൊരു വഴി ജിന്ന് വിഷയത്തിൽ നമുക്കില്ല എന്നതാണ്. കാരണം ജിന്നിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ശൈത്താന്മാർ. അവരാകട്ടെ ശിർക്ക് ചെയ്യിക്കാനായി നമ്മളെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് ചെറിയ ബന്ധവും അവർ ദുരുപയോഗം ചെയ്യാൻ കാത്തുക്കുകയാണ്. അതുകൊണ്ട് അവിടെ ശിർക്കിലേക്ക് വഴി വെക്കാത്തൊരു വഴി എന്ന ഒന്ന് ഇല്ല. അതുകൊണ്ടാണ് അതൊന്നും പാടില്ല എന്ന് പറയുന്നത്. ഏത് ബന്ധവും പാടില്ല എന്ന് പറയാൻ കാരണം അതാണ്. ഇതുപോലെ ഇപ്പം മദ്യം നിഷിദ്ധമാണ്. കാരണം എന്താണ്? മദ്യം ലഹരിയാണ്. അപ്പം ലഹരി ഉള്ളത് കൊണ്ടാണ് നിഷിദ്ധമായത്. ഒരാൾ ചോദിക്കുകയാണ്, എങ്കിൽ ലഹരി ഇല്ലാത്തൊരു മദ്യം ഉപയോഗിച്ചൂടെ എന്ന് ചോദിച്ചാലോ? ലഹരി ഇല്ല ഞാൻ എന്താവില്ല? മദ്യമാവില്ല. മദ്യത്തെ മദ്യമാക്കുന്നത് തന്നെ ലഹരിയാണല്ലോ. ലഹരി ഇല്ലാത്തൊരു ഒരു മദ്യം എന്ന സാധനം ഇല്ല. ഇനിയിപ്പോൾ ഒരാൾ കട്ടൻ ചായക്ക് മദ്യം എന്ന് പേരിട്ടാലോ? ഓനെ കുടിക്കാൻ കുഴപ്പമില്ല. കട്ടൻ ചായക്ക് മദ്യം എന്ന് പേരിട്ടു, ഓനൊരു താല്പര്യത്തിന് വേണ്ടി ഓനെ കുടിക്കാം, അതിന് കുഴപ്പമില്ല. എന്ന പോലെ വസീല അല്ലാത്ത ശിർക്കിലേക്ക് വഴി വെക്കാത്ത ഒരു ചാൻസ് നമുക്ക് ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതെല്ലാം എന്താണ്? നിഷിദ്ധമായ മാർഗങ്ങളാണ്. പിന്നെ മുഅ്മിനാണെന്ന് ബോധ്യമായ, മുത്തഖിയാണെന്ന് ബോധ്യമായ വല്ല കേസിലും അങ്ങനത്തെ വല്ല ചാൻസ് ഉണ്ടാവോ എന്ന ചർച്ചകൾ പണ്ട് ലോകത്തുണ്ട്. നമുക്കത് അങ്ങനെ ഒരു ഉറപ്പിച്ചു പറയാവുന്ന ഒരു വഴി നമുക്ക് ആ രംഗത്ത് ഇല്ല. ഈ ഉസ്താദ് മദ്യപിക്കലിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ മദ്യപിക്കൽ നിഷിദ്ധമായ കാര്യമാണ്. പക്ഷേ നമ്മൾ ഒരു അസുഖം വന്നാൽ ശുശ്രൂഷ ട്രീറ്റ്മെൻറ്റ് എടുക്കൽ നിഷിദ്ധമായ കാര്യമല്ല. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു മരുന്ന് കഴിക്കുമ്പോൾ തന്നെ അത് ആ അള്ളാഹു ആണ് നമുക്ക് ആ മരുന്നിലൂടെ മാറ്റി തരുന്നതെന്നുള്ള വിശ്വാസത്തോടെ കഴിക്കലാണ് അനുവദനീയമായത്. അല്ലാതെ ഈ മരുന്ന് മാറ്റി തരുന്ന പറയുന്ന പോലെ ഒരു മരണതരം ചെറുതായ ഒരു ശിർക്ക് പോലെയാണ്. അതുപോലെ തന്നെ അള്ളാഹു ആണ് നമുക്ക് മാറ്റി തരുന്നതെന്ന വിശ്വാസത്തോടെ ഇപ്പോൾ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ജിന്നിൻ്റെ സഹായത്തോടെ വല്ല അസുഖങ്ങളും മാറ്റി തരുന്നത് തെറ്റാണോ? ഇല്ല. അങ്ങനെ വിശ്വസിക്കൽ തെറ്റാണോ? അതായത് അള്ളാഹു തആല ഏത് വഴിക്കാണ് മനുഷ്യനെ സഹായിക്കുക പറയാൻ കഴിയില്ല. ചിലപ്പോൾ അള്ളാഹു മലക്കിനെ വിട്ട് സഹായിക്കും. ഇപ്പം ബദറിൽ അള്ളാഹു മലക്കുകളെ പറഞ്ഞയച്ചു. പക്ഷെ മലക്കളോട് ചോദിക്കാൻ അവിടെയും അനുവാദം നൽകിയില്ല. അതേപോലെ ഒരു പക്ഷേ കാഫിറായ മനുഷ്യനെ കൊണ്ട് നമ്മൾ സഹായിക്കും. ചിലപ്പോൾ മൃഗങ്ങളെ കൊണ്ട് സഹായിക്കും, പക്ഷികളെ കൊണ്ട് സഹായിക്കും, പലതുകൊണ്ടും സഹായിച്ചേക്കാം. പക്ഷേ അവരോട് ഏതെല്ലാം നിലവാരത്തിൽ നിന്നുകൊണ്ട് ബന്ധം സ്ഥാപിക്കാം എന്ന് അത് അല്ലാഹു റസൂലും പ്രത്യേകം പഠിപ്പിക്കുക തന്നെ വേണം. അപ്പം മലക്കളെ വിട്ട് സഹായിക്കുന്നു എന്നതുകൊണ്ട് മലക്കളോടും സഹായം ചോദിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അള്ളാഹിനോട് ചോദിക്കുന്നു, അള്ള ഏതെങ്കിലും വഴി ഉപയോഗപ്പെടുത്തുന്നു. എന്ന പോലെ മനുഷ്യനെ ഉപദ്രവിക്കാനും സഹായിക്കാനും ഒരു പക്ഷേ അള്ളാഹു തആല പല ജിന്നുകളെയും പറഞ്ഞയച്ചേക്കാം എന്ന് വിചാരിച്ചാൽ ആ വിചാരം എന്തല്ല? ശിർക്കല്ല. അതിൻ്റെ പേരിൽ അവരോട് ചോദ്യം പറ്റുമോ? പറ്റില്ല. കാരണം ആ ചോദ്യം മറ്റോടെ കാത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന് പഴുതായി മാറും. അതുകൊണ്ട് ആ ഒരു പഴുത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രശ്നമില്ല. അതെല്ലാം വസീലയായി മാറുകയും ചെയ്യും. ഒന്ന് രണ്ടെണ്ണം എഴുതി കിട്ടിയത് നമ്മൾ ഒറ്റവാക്കി പറഞ്ഞു നിർത്താം. ഇമാമുകൾ ശിർക്കാണെന്ന് പറയാത്ത ഇസ്തിഗാസ,
ഈ അടുത്ത് ഷമീർ മദീനിയുമായുള്ള ചർച്ചയിൽ അഹ്സനെ ഉദ്ധരിക്കുന്നുണ്ട്. ഇതിന് വസ്തുത വിശദീകരിക്കുക. അതായത് എല്ലാ ലോകത്തിൽക്ക എല്ലാ ഇസ്തിഗാസയും ഇമാമിങ്ങൾ ആ ഓരോ ഉദാഹരണം പറയണം എന്നില്ല. പുതിയ പുതിയ വഴികൾ ഓരോരുത്തരും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരും. അതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞു വെച്ചുണ്ടാവില്ല. അപ്പോൾ ശിർക്കാവാനുള്ള മാനദണ്ഡം എന്ത്, അത് ഇമാമിങ്ങൾ ബേസിക്കലായി പഠിപ്പിക്കും. ആ മാനദണ്ഡം ഇതിലുണ്ടോ എങ്കിൽ ശിർക്കാവും, ആ മാനദണ്ഡം ഇല്ലേ ശിർക്കാവില്ല. ഇനിയിപ്പോൾ ഇക്കാലം വരെ ഇല്ലാത്ത പുതിയൊരു ചെലുങ്കോളത്തിലും ഒരു പുതിയ ഇസ്തിഗാസ വന്നു വിചാരിക്കാം. ആ പിന്നെ പർട്ടിക്കുലർ ആ സാധനം തന്നെ ഇമാമിങ്ങൾ കിതാബിൽ ഉണ്ടാവുമോ ചോദിച്ചാലോ ഉണ്ടാവില്ല. പക്ഷേ ഇത് ശിർക്കാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട്, അപ്പോൾ ഇന്ന കാര്യം ഉണ്ടായ ശിർക്ക് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്, അത് ഇവിടെ ഉണ്ട് എന്ന് പറയാമെന്നല്ലാതെ ഓരോന്നും ഉണ്ടാകണം എന്നില്ല. പിന്നെ ആലുവായത് നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, ഒരു മുഖാമുഖമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മുഖാമുഖം നടത്താൻ സുന്നികൾ ആവശ്യപ്പെട്ടു, പക്ഷേ അത് അനസ് മുസ്ലിയാർക്ക് സാധിച്ചില്ല എന്നാണ്. നമുക്ക് ഈ രംഗത്ത് സുന്നികൾ നേരിടാൻ വല്ല പ്രയാസവും വരുമെന്ന് ഈ വിഷയം കൊണ്ട് ഓക്കെ, ആ നിലപാടിൽ നിന്നാൽ തീർച്ചയായും നമുക്ക് സുന്നികളുമായി മുഖാമുഖം നടത്താനോ സംഭവം നടത്താനോ കഴിയില്ല. കാരണം അഭൗതികമായ സഹായം റബ്ബിൽ നിന്നേ കിട്ടൂവെന്ന് ഇത്രയും കാലം ഉറച്ചു വിശ്വസിച്ചത് കൊണ്ട് അഭൗതികമായി മൊഹീദ്ദീൻ ഷെയ്ഖ് സഹായിക്കുമെന്ന വിശ്വാസം ശിർക്കാണ് നമ്മൾ പറഞ്ഞെടുത്തു. ഇപ്പോൾ അഭൗതികമായി ജിന്നും സഹായിക്കും എന്ന് പല സ്ഥലത്തും എഴുതാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായി ഇനി അഭൗതികമായി മൊഹീദ്ദീൻ ഷെയ്ഖ് സഹായിക്കുന്ന വിശ്വസിച്ച ശിർക്കാവെന്ന് ഓരോട് പറയാൻ പറ്റൂല. അതോടുകൂടി ആ ഒരു ബേസിനെ പൊളിഞ്ഞു. ശിർക്കാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഇത്രയും കാലം നാം അവലംബിച്ച ബേസ് എന്താണോ ആ ബേസാണ് പൊളിയുന്നത്. കാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായി റബ്ബേ സഹായിക്കൂ, അല്ലാത്തവർ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി എന്നാണ് ഒരു പഠിപ്പിച്ചത്. ഇനി അത് പറയാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികം ഇനി അത് പുതിയ ഒരു ബേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ഏത് ബേസ് ഉണ്ടാക്കിയെടുത്താലും അത് നിലക്കാൻ കഴിയില്ല. കാരണം ആ ബേസ് സ്വീകരിക്കാൻ അപ്പുറത്ത് വേറെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഏറ്റവും നല്ല മാർഗം അബ്ദുസ്സലാം സ്വലമി സ്വീകരിച്ച മാർഗമാണ്. അഭൗതികമായി ഒരാളും സഹായിക്കൂല, ജിന്നും സഹായിക്കൂല, ശൈത്താനും സഹായിക്കൂല, അല്ലാത്ത ഒരാളും സഹായിക്കൂല എന്ന് പറയുകയും അങ്ങനെ സഹായിക്കുന്നത് വിശ്വസിക്കാനേ പാടില്ല എന്ന് പഠിപ്പിക്കുകയും ജിന്നിൻ്റെ സഹായം അഭൗതികമാണ് എന്ന് അതിനെ കൂടെ പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായ ചോദ്യം വരും, അപ്പോൾ സിഹിറോ? അപ്പോൾ അബ്ദുസ്സലാം സ്വലമി പറഞ്ഞു, സിഹിറിൽ ശൈത്താൻ സഹായിക്കുന്നില്ല, സിഹിറിൽ ശൈത്താൻ ഉപദ്രവമില്ല, സിഹിർ എന്ന ഏർപ്പാടേ ഇല്ല, അതൊക്കെ കേവലം ഒരു തോന്നൽ മാത്രമാണ്. അപ്പോൾ ഒരുപാട് ഹദീസിനെ തള്ളേണ്ടി വരും, എന്നാലും തൽക്കാലം നിൽക്കാൻ പറ്റും. പക്ഷെ അതോടുകൂടി ഹദീസ് മുഴുവൻ മാറ്റി വെച്ചിട്ടേ പിന്നെ ഓരുമായി സംസാരിക്കാൻ കഴിയുള്ളൂ. നമ്മെ സംബന്ധിച്ച് ഈ ഒരു ചർച്ചയോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ആത്മവിശ്വാസവും കൂടുതൽ ആത്മധൈര്യവും നമുക്കുണ്ടായി. നാം മുഖാമുഖങ്ങളുമായി രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ കഴിഞ്ഞ 1-2 മാസത്തിനുള്ളിൽ നമുക്ക് കണ്ട അനുഭവങ്ങൾ അതാണല്ലോ. ഇപ്പം നമ്മൾ മലപ്പുറത്ത് തന്നെ വെച്ച് നമ്മൾ മുഖാമുഖം നടത്തി, ചുങ്കത്തലിൽ മുഖാമുഖം നടത്തി. അവിടെയൊക്കെ സുന്നി മുസ്ലിയാക്കന്മാർ തന്നെ വന്ന് അവർ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും സാധാരണ മുഖാമുഖങ്ങളിൽ നമ്മൾ മുമ്പുണ്ടായിരുന്ന ശൈലിയിൽ നിന്ന് മാറി യഥേഷ്ടം ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കുകയും അവസാനം ചോദിക്കാൻ കഴിയാതെ അവർ നിർത്തിപ്പോവുകയും ചെയ്താണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ നിലപാടിൽ നിൽക്കുന്ന കാലത്തോളം ആ രംഗത്ത് നമുക്ക് പ്രയാസമുണ്ടാവില്ല. അല്ലാത്ത നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇവിടുന്ന് വിട്ടാൽ പിന്നെ എടുക്കാൻ കുറച്ചും കൂടി പറ്റിയ നിലപാട് അബ്ദുസ്സലാം സ്വലമിൻ്റെ നിലപാടാണ്. പക്ഷേ കുറേ ആയത്തും കൂടെ ഹദീസും തള്ളേണ്ടി വരും എന്നേ ഉള്ളൂ. എന്നാലും തൽക്കാലം പിടിച്ചിരിക്കാൻ പറ്റും. ആൾ കാഫിറായി പോയാലും തൽക്കാലം പിടിച്ചിരിക്കാൻ പറ്റും. മറ്റത് രണ്ടിൻ്റെ ഇടയിൽ പോയി കുടുങ്ങുകയാണ് ചെയ്യുക. എത്രയേ ഉള്ളൂ. ഞാൻ കുറേ മുഖാമുഖങ്ങൾ കണ്ടിരുന്നു ഫൈസൽ മുസ്ലിയാരുടെ. വളരെ ഗുണകാംക്ഷ നിർബലമായ മുഖാമുഖങ്ങളാണ്. പക്ഷെ എൻ്റെയൊക്കെ പേര് വന്നപ്പം സലഫിയത്തിൽ ഇനി അങ്ങനെ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പുഴയിൽ വീണതും ഏതോ ഒരു നാൽക്കാലിയുടെ പേരും മുജാഹിദ് രക്തത്തെ തിളപ്പിക്കാൻ വേണ്ടിയുള്ള പേരുകൾ ഇടുന്നത് അതാരും കാണൂല. അതും കൂടെ ഒഴിവാക്കേണ്ടതാണ്. അത് പേരിടുന്നത് പലപ്പോഴും സീഡിക്ക് പേരെടുക്കുക ഞാനല്ല, സീഡി ഇറക്കുന്നവന് പരമാവധി പേരുണ്ട് കേട്ടാൽ സീഡി ഒന്നായിട്ട് ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോകണം. ഒരുപക്ഷെ ഓരോ സതുദ്ദേശമായിരിക്കും, കച്ചവട ഉദ്ദേശം ആവണമെന്നില്ല. ഈ സീഡി മനുഷ്യന്മാർ കാണേണ്ടതാണ് എന്നതുകൊണ്ട് ഒരു കാണിക്കാൻ എന്താ മാർഗം എന്നൊരു ആലോചന ആയിരിക്കാം ഒരു പക്ഷേ അങ്ങനെ പേരിടാൻ കാരണം. അതേസമയം ചത്തപോത്തിട്ടത് പ്രത്യേക സാഹചര്യത്തിലാണ്. കാരണം വിചിന്തനത്തിൽ ചത്തപോത്ത് വരികയും അത് വ്യാപകമായി ചർച്ച ചെയ്യുകയും ഈ കഴിഞ്ഞ ലക്കത്തിൽ പോലും ആ നിലക്കുള്ള പരാമർശങ്ങൾ വരികയും ചെയ്തപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ പല പള്ളിയിലും അത് എഴുതി വെക്കുക പോലും ചെയ്തു. ആളുകൾക്കിടയിൽ അത് നല്ലൊരു ഫിറ്റായ ഒരു ഉദാഹരണമായി പലരും തെറ്റിദ്ധരിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് തിരുത്തേണ്ടത് അനിവാര്യമാണ് എന്നതുകൊണ്ട് ആ ഒരു പേര് ഞാൻ തന്നെ നിർദ്ദേശിച്ചതാണ്. എന്നാലും അല്ലാത്ത ഇടാമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. മറ്റത് അതിൻ്റെ പ്രസാധകർ തന്നെ കൊടുത്ത പേരാണ്. ശേഷം ഇറങ്ങിയ സീഡികൾ പരിശോധിച്ചാൽ നമുക്കത് തിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എടത്തനാട്ട് ഒതായി മുഖാമുഖം പ്രാർത്ഥന തൗഹീദ് വിവാദങ്ങളും വസ്തുതകളും എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്.
മലപ്പുറം മുഖാമുഖം നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അവിടെ എല്ലാം നമ്മളത് അത് പാലിച്ചിട്ടുണ്ട്. വളരെ നല്ല ഒരു ഉപദേശമായി തന്നെ അത് എടുക്കുന്നു. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കാൻ അവരോടും പറയാം, ശ്രദ്ധിക്കുകയും ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.